بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ അബ്ദുള്ള അൽ ജുഹനിയാണ് സംസാരിച്ചത്. മസ്ജിദുൻ നബവിയിൽ ഡോക്ടർ അബ്ദുൽ ബാരിയാണ് സംസാരിച്ചത്. രണ്ട് വ്യക്തികളുടെയും സംസാരം തുല്യതയുള്ളതാണ്. രണ്ടുപേരും ഈ റമദാൻ നമ്മളോട് വിടവാങ്ങാൻ പോകുന്ന സന്ദർഭത്തിൽ ഒരു സത്യവിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് സൂചിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു. നമ്മോട് റമദാൻ അതിൻ്റെ ബഹുഭൂരിഭാഗം വിടവാങ്ങിക്കഴിഞ്ഞു. ഇന്നലെ പോലെ അല്ല, ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതുപോലെ അങ്ങനെയാണ് നമ്മോട് നമ്മുടെ ജീവിതം ആസകലം വിടവാങ്ങുക. അതുകൊണ്ട് തന്നെ നമ്മിൽ നിന്നിട്ട് നഷ്ടപ്പെട്ട നിമിഷങ്ങൾ മടങ്ങി വരികയില്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പരമാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ റമദാൻ അടുത്ത വർഷത്തിൽ വരുന്നത് വരെ നാം ജീവിച്ചിരിക്കുമോ ഇല്ലേ എന്നത് നമുക്കാർക്കും തന്നെ അറിയാനോ പറയാനോ സാധിക്കുന്ന ഒരു കാര്യമല്ല. സിദ്ധിച്ച ചാൻസ് ശരിക്കും ഉപയോഗപ്പെടുത്തുക എന്നത് ഒരു സത്യവിശ്വാസിയുടെ ചുമതലയും ബാധ്യതയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവനിലേക്ക് അടുത്തവർ, അവന്റെ കൽപ്പന അനുസരിച്ച് ആത്മാർത്ഥമായി നോമ്പ് പിടിച്ചവർ, വ്രതം അനുഷ്ഠിച്ചവർ, രാത്രി ഹയാത്താക്കിയവർ, ഖുർആൻ പാരായണം ചെയ്തവർ, സൽക്കർമ്മങ്ങൾ ചെയ്തവർ, ധർമ്മങ്ങൾ ചെയ്തവർ, എന്തെല്ലാം ചെയ്തവർ കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ 10-18 ദിവസങ്ങളിലൂടെ കഴിഞ്ഞതായ സന്ദർഭങ്ങളിൽ ചെയ്തവരുണ്ടോ അവർക്കെല്ലാം അള്ളാഹു ഉദ്ദേശിക്കുന്ന പ്രതിഫലം എഴുതി കാണും, അവരവരുടെ ആത്മാർത്ഥത അനുസരിച്ച്. എന്നാൽ ഈ ഇനത്തിൽ പെട്ടവരാണോ നാം എന്നത് ഓരോരുത്തരും അവരവരോട് ചോദ്യം ചെയ്യുക. അതാണ് ഞാൻ ഓതിയതായ ആയത്തും കുറിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, ഓരോ മനുഷ്യനും നാളേക്ക് വേണ്ടി എന്താണ് തയ്യാർ ചെയ്തത് എന്നത് ചിന്തിക്കുക. റമദാനിനെ സംബന്ധിച്ചിടത്തോളം റമദാൻ വരുമ്പോൾ ഒരു സത്യവിശ്വാസി എന്താണ് നാളേക്ക് വേണ്ടി ചെയ്യേണ്ടത്, ഒരുങ്ങേണ്ടത് എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല. അത് ഓരോരുത്തരും ചെയ്തോ ഇല്ലേ എന്നൊരു ആത്മപരിശോധന നടത്തുക. എന്നിട്ട് അതിൽ വീഴ്ച വരുത്തിയവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരാജയപ്പെട്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് പാശ്ചാത്തപിക്കുവാനുള്ളതായ ചാൻസ് മുമ്പിലുണ്ട്. ഞാനിതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ തൗബയുടെ വാതിൽ എന്നും അടക്കപ്പെടുന്നില്ല, അവസാന കാലഘട്ടത്തിൽ മാത്രമാണ് അടക്കപ്പെടുക. തൗബ എന്ന പേരിലൊരു വാതിൽ സ്വർഗത്തിനുണ്ട്, ആ വാതിൽ അടക്കപ്പെടാറില്ല. അതേ സമയത്ത് മറ്റു വാതിലുകളെല്ലാം റമദാൻ അവസാനിച്ചാൽ അടക്കപ്പെടും. എന്നിട്ട് വീണ്ടും പിന്നെയും അടുത്ത വർഷത്തിലുള്ള റമദാൻ വരുമ്പോഴാണ് തുറക്കപ്പെടുക. അതൊക്കെ അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തിലേക്കുള്ളതായ സൂചനകളാണ്. എന്നാൽ തൗബ അത് എല്ലാ സന്ദർഭത്തിലും എല്ലാ നിമിഷത്തിലും ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയുടെ ആത്മാവ് ശരീരത്തോട് വിടവാങ്ങുന്ന ഗർഗറത്തിന്റെ ഹാലത്ത് എന്ന പേരിൽ അറബി ഭാഷയിൽ പറയുന്ന തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവ് എത്തുന്ന സന്ദർഭത്തിലല്ലാതെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പാശ്ചാത്താപം അതിന്റെ വാതിൽ അടക്കപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ റമദാനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വേണ്ടതുപോലെ അള്ളാഹുവിനെ ഞാൻ ആരാധിച്ചിട്ടില്ലല്ലോ, ഞാൻ വളരെ വീഴ്ച വരുത്തി പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ വല്ലവർക്കും തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പാശ്ചാത്തപിച്ച് തൗബ ചെയ്തിട്ട് ആ വീഴ്ചകൾ നികറ്റാൻ വേണ്ടി പാടുപെടുക. നമ്മുടെ പരിസരത്തിൽ ലോകത്തിലാസകലം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരള സർക്കാരെ സംബന്ധിച്ചിടത്തോളം അതിലും പ്രത്യേകിച്ച് നമ്മുടെ പരിസരം അപകടത്തിലും പരീക്ഷണത്തിലുമാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് ബാധ്യത വർദ്ധിക്കുന്നു. അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതായ സന്ദർഭം, അതിനുള്ളതായ ചുറ്റുപാട് നമുക്ക് ഈ അന്തരീക്ഷം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതിക്രമിച്ചിരിക്കുകയാണ് ടൈം. തൗബ ചെയ്യാനുള്ള, പാശ്ചാത്തപിക്കാനുള്ള, അള്ളാഹിലേക്ക് മടങ്ങാനുള്ള. അള്ളാഹുവിന്റെ കോപം അടങ്ങിയിട്ടില്ല. അള്ളാഹു മഹാദേഷ്യത്തിലാണ് അടിമകളോട്. ആ അടിമകൾ ചെയ്ത ക്രൂര കൃത്യം കാരണത്താൽ ആര് ചെയ്തത്, എന്ത് ചെയ്തത് എന്നതൊന്നും നമുക്കറിയുകയില്ല. ഏറ്റവും വലിയ പാപം നമുക്കറിയാവുന്നതുപോലെ പരാക്രമമായ അള്ളാഹു നമ്മെ സൃഷ്ടിച്ച ലക്ഷ്യത്തിലേക്ക് എത്താതിരിക്കലാണ്. അഥവാ അള്ളാഹ് നമ്മെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. ആ ആരാധനയിൽ വീഴ്ച വരുത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ ദുൽമ്. അതാണ് ശിർക്ക്. അങ്ങനെയുള്ള ശിർക്ക് എന്ന പാപം ഇന്ന് ബഹുഭൂരിപക്ഷം ഭൂമിയുടെ മീതെ ജീവിക്കുന്നവരിൽ വ്യാപകമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിട്ടികളെ ഷിട്ടിച്ച ലക്ഷ്യത്തിലേക്ക് ഷിട്ടികൾ എത്താത്തത് കൊണ്ടുള്ള കോപമായിരിക്കാം. അള്ളാഹു അലം. അള്ളാഹു നമ്മെ ദുനിയാവിൽ വെച്ചിട്ട് പരിശോധിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇപ്പോൾ ഞാനിവിടെ സംസാരിക്കുന്നതിന് അല്പം മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് തന്നെ 12 പേര് മരിച്ച വാർത്തയൊക്കെ അവിടുന്ന് വിളിച്ചു പറയുകയുണ്ടായി. അതുപോലെ തന്നെ പല നാടുകളിലും ഇപ്പോൾ ഇന്ന് കേരളത്തിലുള്ള കലക്ടറുടെ തീരുമാനമനുസരിച്ചിട്ട് നമസ്കാരം പള്ളികളിലൊക്കെ ആൾക്കാരുടെ എണ്ണം കുറയണമെന്ന തീരുമാനവും, ആരാധനാലയങ്ങളിൽ ആസകലം ആരുടേതായിരുന്നാലും ആൾക്കാർ കുറയണമെന്ന കാര്യങ്ങളിലേക്കൊക്കെ മത നേതാക്കളെ വിളിച്ചുകൂട്ടി ഒരുമിച്ച് കൂട്ടിയതായ വാർത്തകളൊക്കെ കേൾക്കാൻ സാധിച്ചു. ഇതൊക്കെ നമ്മോട് ഓതുന്നത് എന്താണ്? നാം വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മുടെ ഗഫലത്ത് ഒഴിവാക്കണം. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്തത് എന്തുണ്ട് എന്ന് നോക്കി അത് ഒഴിവാക്കി നിർത്താൻ ഓരോരുത്തരും പരിശ്രമിക്കുകയാണെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. പ്രശ്നം യഥാർത്ഥത്തിൽ ആരും അതിന് തുനിയുന്നില്ല, ഒരുങ്ങുന്നില്ല എന്നതാണ്. ഈ ചുറ്റുപാട് എനിക്കിപ്പോൾ തെറ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ലെങ്കിൽ അനുവദിക്കുന്ന ചുറ്റുപാട് ഏതാണെന്ന് കണ്ടുപിടിച്ച് അവിടേക്ക് ചെല്ലാനാണ് മനുഷ്യൻ തുനിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ടൈം എങ്ങനെയെങ്കിലും അള്ളാഹു അവന് നൽകിയതായ വിശാലമായ അള്ളാഹുവിന്റെ അനുഗ്രഹമാകുന്ന വയസ്സ് എന്നതിനെ അത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അള്ളാഹുവിന്റെ താഅത്തിൽ ഉപയോഗിക്കുന്നതിന്റെ പകരം അത് ഉപയോഗിക്കുന്നത് മാസിയത്തിലും അതുപോലെ തന്നെ പാപങ്ങളിലും അള്ളാഹിനോടുള്ളതായ മത്സര ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു ചെയ്തതായ അനുഗ്രഹത്തിന്റെ മുമ്പിൽ നന്ദി പ്രകടിപ്പിക്കുന്നതിന് പകരം അവൻ ചോദ്യം ചെയ്യുന്ന രൂപത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ നന്ദി പ്രകടിപ്പിക്കുകയില്ല എന്ന് പറയും പോലെ അവന്റെ പ്രവർത്തനം കുറിക്കുന്നത് ആ രൂപത്തിലാണ്. എന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞു പോയതായ ദിവസങ്ങളിൽ പലരിലും പല വീഴ്ചകൾ വന്നു കാണും. റമദാൻ മാസത്തിൽ പട്ടാപകൽ തന്നെ കിടന്നുറങ്ങിയവരുണ്ടായിരിക്കാം. റമദാൻ മാസത്തിൽ വിശുദ്ധ റമദാനിലുള്ളതായ ഫർളായ നമസ്കാരം നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയവരുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചിലരൊക്കെ ഖളാക്കിയവരുണ്ടായിരിക്കാം. ഖളായി പോവുക എന്നത് മഹാ അപകടമാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഒഴിവ് നൽകപ്പെടാത്തവരുടെ നിസ്കാരം, ഖളാവുന്ന നിസ്കാരം, അത് വീണ്ടും ഖളാ വീട്ടിയാൽ തന്നെ അള്ളാഹ് സ്വീകരിക്കുമോ ഇല്ലേ എന്നതിൽ ചർച്ചയുണ്ട് പണ്ഡിതന്മാരുടെ ഇടയിൽ. പിന്നെയല്ലേ കരുതി കൂട്ടിയിട്ട് ഒഴിവാക്കിയതായ വ്യക്തിയുടെ സ്ഥിതി. അള്ളാഹു നമ്മയൊക്കെ അങ്ങനെയുള്ള അപകടത്തിൽ നിന്നിട്ട് മോചിപ്പിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ദോഷങ്ങൾ നിന്നിട്ട് നമ്മുടെ ഉമ്മത്തുകളെയും നമ്മുടെ സന്താനങ്ങളെയും കുടുംബങ്ങളെയും രക്ഷിക്കുമാറാകട്ടെ. മഹാ അപകടത്തിലാണ് നാം. നമ്മുടെ നാട് പ്രത്യേകിച്ച് പലരും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പലരും നമുക്ക് അറിയുന്നവരൊക്കെ മരണപ്പെട്ട വാർത്ത ഇപ്പോൾ ലഭിച്ചു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ ആവശ്യപ്പെടുകയും ചെയ്തു. മദീനയിലുള്ളതായ ഈ വിശുദ്ധ മസ്ജിദ് നബവിയുടെ പരിസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിഷമം കൊള്ളുന്നതായ നാട്ടിൽ വെച്ചിട്ട് നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ കുടുംബക്കാരാവട്ടെ അല്ലാത്തവരാവട്ടെ, മുസ്ലിങ്ങളിൽ നിന്നിട്ട് ആരെല്ലാം ഈ കോവിഡിൽപ്പെട്ട് രോഗം പിടിച്ച് അല്ലാത്ത മറ്റു രോഗങ്ങളിലൂടെ മരണപ്പെട്ടവരുണ്ടെങ്കിൽ അള്ളാഹുവേ അവർക്ക് നീ പുറത്തു കൊടുക്കണമേ രക്ഷിതാവേ. അവരുടെ ഖബറുകളെ നീ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റണേ രക്ഷിതാവേ. അവരുടെ മരണത്തിലൂടെ ജീവിക്കുന്നവർക്ക് പാഠം പഠിക്കാനുള്ളതായ ചുറ്റുപാട് ഉണ്ടാക്കി കൊടുക്കണേ നാഥ എന്ന് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ഏതായാലും ചെയ്തു പോയതായ കഴിഞ്ഞു പോയതായ 18 ദിവസങ്ങളിൽ വന്നു പോയതായ വീഴ്ചകൾ ഏത് ഇനത്തിൽപ്പെട്ടതാണ് എന്ന് ശരിക്ക് പരിശോധിച്ചു നോക്കുക. ആ ഇനം ഒരു പക്ഷേ ഖുർആൻ പാരായണം ചെയ്തതിൽ വീഴ്ച വന്നാളായിരിക്കാം. എന്നാൽ ഖുർആൻ അർത്ഥം മനസ്സിലാക്കി ചിന്തിച്ച് തദ്ബീറോട് കൂടി ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി അല്പസമയം കണ്ടെത്തുക. അല്പസമയം റമദാൻ മാസത്തിൽ പകലാവട്ടെ
പകലാവട്ടെ രാത്രിയാവട്ടെ കണ്ടെത്തുക. റമദാൻ മാസത്തിലുള്ളതായ രാത്രി നിന്ന് നമസ്കാരം, ഖിയാമുൽ ലൈല്, അത് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് കഴിവിന്റെ പരമാവധി ഖുർആൻ നീട്ടിവലിച്ച് ഓതിയും കൊണ്ട് നിസ്കരിക്കുക എന്നതാണ് ഈ ദിവസങ്ങളിൽ നാം ചെയ്യുന്നതായ സൽക്കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ടതായ സൽക്കർമ്മം. അത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഒരു വ്യക്തി ഈമാനോടുകൂടി അള്ളാഹുവിലുള്ള കെട്ടുറപ്പുള്ള വിശ്വാസത്തോടുകൂടി അപ്രകാരം തന്നെ അള്ളാഹുവിൽ നിന്നിട്ട് പ്രതിഫലം ലഭിക്കുമെന്ന ആ പ്രതീക്ഷയോടുകൂടി ആഗ്രഹത്തോടുകൂടി ഒരാള് രാത്രി നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ കഴിഞ്ഞുപോയതായ സർവ്വ ചെറുദോഷങ്ങൾ അവൻ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് എന്നാണ് സഹീഹായ ഹദീസിൽ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹിയിൽ നിന്നിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വല്ല വീഴ്ചകൾ വന്നു പോയവരുണ്ടെങ്കിൽ ആ വീഴ്ചകൾ അകറ്റാൻ വേണ്ടി പാടുപെടണമെന്നത് മക്ക ഇമാമും മദീന ഇമാമും ഇന്ന് ഉണർത്തിയതായ ഭാഗമായിരുന്നു. അതോടൊപ്പം നമുക്ക് അല്ലാഹു ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഈ വിശാലമായ അനുഗ്രഹത്തെ ശരിക്കും ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശേഷിക്കുന്ന ദിവസങ്ങളിൽ വളരെ കൂടുതൽ ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് അല്ലാഹു ആ റമദാനിന്റെ മാസത്തിൽ പറഞ്ഞതായ ആ പ്രത്യേക ആയത്തുണ്ടല്ലോ, എന്ത് അള്ളാഹുലേക്ക് നിങ്ങൾ മടങ്ങുക, എന്ന ആയത്തുണ്ടല്ലോ. എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവനിലേക്ക് ഞാൻ അങ്ങേ അറ്റം അടുത്തവനാണ്. എന്നോട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് എന്നോട് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഞാനാണ് മറുപടി നൽകുക. അപ്പോൾ മറുപടി കിട്ടണമെങ്കിൽ എന്ത് വേണം? എന്റെ കൽപ്പനകൾക്ക് അവൻ മറുപടി നൽകട്ടെ. ഞാൻ അവനോട് ആവശ്യപ്പെട്ട പല ആവശ്യങ്ങളുണ്ട്, അതിന് അവൻ മറുപടി നൽകട്ടെ. അവൻ എനക്കുത്തരം ചെയ്യട്ടെ. അഥവാ അള്ളാഹുവിന്റെ കൽപ്പനക്ക്, അള്ളാഹുവിന്റെ വിധിക്ക്, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വിട്ടുനിൽക്കൽ കൊണ്ട് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിന് മറുപടി നൽകുക. എന്നെ കൊണ്ട് കെട്ടുറപ്പുള്ള വിശ്വാസമുള്ള ആളായി അവൻ മാറട്ടെ. ലഅല്ലഹും യർഷുദൂൻ, അവർക്ക് സത്യം ലഭിക്കുക, അവർ സന്മാർഗത്തിലേക്ക് നയിക്കപ്പെടാൻ വേണ്ടി അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി അവർ മാറാൻ വേണ്ടി എന്നാണ്. അപ്പോൾ ദുആ ആത്മാർത്ഥമായിട്ട് ഈ ദിവസങ്ങളിൽ നാം ചെയ്യേണ്ടതായ ഇബാദത്തുകളിൽ ഒന്നാണ്. അള്ളാഹു വളരെ ഇഷ്ടപ്പെടുന്നു അവന്റെ അടിമ അവനിലേക്ക് കൈപ്പൊക്കുമ്പോൾ, കേണപേക്ഷിക്കുമ്പോൾ. അവൻ നേതാവാണ്, അവൻ രാജാവാണ്, അവൻ രാജാതിരാജനാണ്, അവൻ ഷിട്ടാവാണ്, അവൻ രക്ഷിതാവാണ്, അവന്റെ കയ്യിലാണ് എല്ലാം ഉള്ളത്, ഷിട്ടുകളുടെ ആരുടെ കയ്യിൽ ഒന്നുമില്ല എന്നതായ വിശ്വാസത്തോടു കൂടി അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം, ആത്മാർത്ഥമായിട്ടുള്ള ചോദ്യം, സമർപ്പണ ബോധത്തോടു കൂടിയുള്ളതായ ആ രൂപത്തിലുള്ള ദുആ പ്രാർത്ഥന, അതാണ് അള്ളാഹുവിന് ഇഷ്ടം. അതാണ് അടിമയിൽ നിന്നിട്ട് അള്ളാഹു ആവശ്യപ്പെടുന്നത്. ആ രൂപത്തിൽ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നാം ഓരോരുത്തരും പാടുപെടുക ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ. കാരണം വരാൻ പോകുന്ന ദിവസങ്ങൾ സാധാരണ ദിവസമല്ല. റമദാൻ മാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്ന ദിവസം. കാരണം ആ ദിവസത്തിലാണ് ലൈലത്തുൽ ഖദ്ർ സ്ഥിതി ചെയ്യുന്നത്. അത് രാത്രിയുടെ കൂട്ടത്തിൽ ഒരു കൊല്ലത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള രാത്രിയാണ് എന്നത് നമുക്ക് നാം മനഃപ്പാടമാക്കി വെച്ചതായ ഒരു യാഥാർത്ഥ്യമാണ്. ഖുർആനിൽ അല്ലാഹു അങ്ങനെയാണ് പറഞ്ഞത്, ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ ഉത്തമമാണെന്നാണ്. 1000 മാസം ചെയ്ത പ്രതിഫലം എന്നല്ല. 83 കൊല്ലവും 4 മാസവുമാണ് 1000 മാസം എന്ന് പറഞ്ഞാൽ. ആ 83 കൊല്ലവും 4 മാസവും അമൽ ചെയ്ത കൂലി എന്നല്ല പറഞ്ഞത്, അതിനേക്കാളും ഉത്തമമാണ് എന്നതാണ്. അതിനേക്കാളും ഉത്തമം എന്നതൊരു പക്ഷേ അതിന്റെ ഡബിൾ ആയിരിക്കാം, ത്രിബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ 10 ഇരട്ടി ആയിരിക്കാം, നമുക്കറിയുകയില്ല. അതുകൊണ്ട് ഈ പ്രത്യേകത ശരിക്കും ഉപയോഗപ്പെടുത്താൻ വേണ്ടി സൽക്കർമ്മങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി പാടുപെടുക. അതോടൊപ്പം ഈ റമദാൻ മാസത്തിൽ നാം ഓരോരുത്തരെയും കഴിവനുസരിച്ചിട്ട്, ദായിയാണെങ്കിൽ അവന്റെ ദഅവത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക, അതെ, പ്രബോധകനാണെങ്കിൽ പ്രബോധനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക, എഴുത്തുകാരനാണെങ്കിൽ അവന്റെ കഴിവ് എഴുത്താണെങ്കിൽ എഴുത്തിലൂടെ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി പാടുപെടുക. ഏത് രൂപത്തിലെല്ലാം ഒരു മനുഷ്യന് അവന്റെ ടൈമിനെ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുവോ അങ്ങനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പാടുപെടുക എന്ന് മാത്രമല്ല, ഈ വരാൻ പോകുന്ന രാത്രികളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുള്ളതായ സൽക്കർമ്മങ്ങളിൽ പെട്ടതായിരുന്നു. അവര് ആ ദിവസങ്ങളിൽ അവരുടെ അരക്കെട്ട് മുറുക്കിക്കെട്ടുമെന്നതാണ്. അഥവാ കുടുംബവുമായിട്ട് വരെ ബന്ധമില്ലാതെ അവർ ആ ദിവസങ്ങളെ പ്രത്യേകം ഒഴിവാക്കി നിർത്തും. മറ്റു ദിവസങ്ങളെ പോലെയല്ല ആരാധനയ്ക്ക് വേണ്ടി എന്നതാണ്. ജിബ്രീലുമായുള്ളതായ ബന്ധം പുലർത്തിയും കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന കാര്യം വേറെ. അതിനും പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിൽ അവസാനത്തെ 10 ആകുമ്പോൾ മുഴുകിലായിരുന്നു. അഥവാ പള്ളി വിടലില്ല, പള്ളിയുടെ അകത്ത് തന്നെ 24 മണിക്കൂർ എന്നർത്ഥം.
ഇപ്പോൾ കോവിഡ് കാരണത്താൽ നമുക്ക് അങ്ങനെ സാധിക്കുന്നില്ലെങ്കിലും കോവിഡ് ഇല്ലാത്ത എത്ര ദശവർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. ആ കാലഘട്ടത്തിൽ നാം അത്തരം കാര്യങ്ങൾ ചെയ്യാത്തവരാണല്ലോ. അതുകൊണ്ട് സാധിക്കുമെങ്കിൽ, ചുറ്റുപാട് ഒത്തുകിട്ടുമെങ്കിൽ അത് ചെയ്യുക എന്നത് വളരെ ഉത്തമമായ രീതിയാണ്. അത് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പള്ളിയെ കുറിച്ച് സംസാരിച്ച സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചതായ പള്ളിയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് ലിത്തായിഫീന വൽ ആകിഫീന വറുക്കഇസ് സുജൂദി എന്ന്. ലിത്തായിഫീന, കഅബയെ നിങ്ങൾ ശുദ്ധീകരിക്കുക, ഇബ്രാഹിമെ ഇസ്മായിലെ തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടി അലൈഹിമസ്സലാം, തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടി, അതുപോലെ ഇഅ്തികാഫ് ഇരിക്കുന്നവർക്ക് വേണ്ടി. പിന്നെയാണ് അല്ലാഹു പറഞ്ഞത് നിസ്കരിക്കുന്നവർക്കും വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള ആ ഇഅ്തികാഫിന്റെ ദിവസങ്ങളാണ് അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ട് റസൂലുള്ളാഹി അങ്ങനെ കാട്ടാറുണ്ടായിരുന്നു? അതുപോലെ തന്നെ കുടുംബത്തെ ഉണർത്താറുണ്ടായിരുന്നു. രാത്രി വേളയിൽ കുടുംബത്തെ ഉണർത്തിയിട്ട് എന്തിനാണ് ഉണർത്തുന്നത്? ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ ഷോപ്പിംഗ് നടത്താൻ വേണ്ടിയല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി അവരുടെ കുടുംബത്തെ ഉണർത്താറുള്ളത് റമദാൻ മാസം അവസാനത്തിൽ. എല്ലായ്പ്പോഴും അവരങ്ങനെ ചെയ്യാറുണ്ട് എന്നതുപോലെ റമദാൻ മാസത്തിൽ പ്രത്യേകിച്ച് അവരുടെ ഭാര്യമാരെ, അവരുടെ കുടുംബക്കാരെ അവർ ഉണർത്താറുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ്? റസൂലിനെ പോലെ രാത്രി ഹയാത്താക്കാൻ വേണ്ടി, റസൂൽ കാട്ടും പോലെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് രാത്രി ഹയാത്താക്കാൻ വേണ്ടി. അപ്പോൾ ഈ ജീവിതം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തിക്കേണ്ടതായ ജീവിതമാണ്. നാം റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിന്റെ മുമ്പിൽ ഇങ്ങനെയുള്ള സീസൺ വരുന്ന സന്ദർഭത്തിൽ അത് ശരിക്കും ഉപയോഗപ്പെടുത്തിയുകൊണ്ട് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നാം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവർത്തനം കുറിക്കുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യുന്നതിലൂടെ ഉമ്മത്തിന് നൽകിയതായ മെസ്സേജ്. അത് നാം ശരിക്കും മനസ്സിലാക്കിയും കൊണ്ട് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഞാൻ അടക്കമുള്ള നാം പരിശ്രമിക്കണമെന്ന് ഉണർത്തുന്നു. ഇത്തരം കാര്യങ്ങളിലേക്കാണ് ഇന്ന് മക്ക ഇമാമും മദീന ഇമാമും ഊന്നിപ്പറഞ്ഞതും സൂചിപ്പിച്ചതും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരുന്നു എന്നും അതുപോലെ തന്നെ കുടുംബത്തെ അവരുടെ ഉറക്കൽ നിന്നിട്ട് ഉണർത്തുമെന്നും കേൾക്കുമ്പോൾ മറ്റു കാര്യങ്ങളിൽ, ഭൗതിക കാര്യങ്ങളിൽ റസൂൽ വീഴ്ച വരുത്തി എന്ന അർത്ഥമല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ ഏറ്റവും കൂടുതൽ ധർമ്മിഷ്ഠനായിരുന്നു, ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ നാം ചെയ്യുന്ന അമലുകൾ നമുക്ക് മാത്രം ഫലപ്രദമാകുന്നതോടൊപ്പം നാം ചെയ്യുന്ന അമലുകൾ നമ്മൾ നിന്നിട്ട് മറ്റുള്ളവരിലേക്ക് വിട്ടുകടക്കുക എന്നത് അമലുകളിൽ ഏറ്റവും ഉത്തമമായ അമലാണ്. എന്താണത്? മറ്റുള്ളവരിലേക്ക് വിട്ടുകടക്കുക, നമ്മുടെ കയ്യാലെ മറ്റുള്ളവർ രക്ഷപ്പെടുക, നമ്മുടെ കയ്യാലെ മറ്റുള്ളവരെ സഹായിക്കപ്പെടുക, മറ്റുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക. അത് ഏറ്റവും പ്രതിഫലമുള്ളതായ, ഏറ്റവും കൂലി കിട്ടുന്നതായ, എത്രയോ മാസങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും കൂലി കിട്ടുന്ന കാര്യമാണ് ഒരു മുസ്ലിമിന്റെ പ്രശ്നം പരിഹരിക്കുക എന്ന ഹദീസ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസമാകുമ്പോൾ കരീഹിൽ മുർസല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, അടിച്ചു വീശുന്നതായ കാറ്റ് പോലെയാണ് ധർമ്മത്തിൽ എന്നതാണ്. അപ്പോൾ വെറും ഇഅ്തികാഫിൽ മാത്രം ചടഞ്ഞൊതുങ്ങുകയല്ല, വെറും നമസ്കാരത്തിലും ഖിയാമുൽ ലൈലിലും മാത്രം ചടഞ്ഞൊതുങ്ങുകയല്ല, വെറും ഖുർആൻ പാരായണം ചെയ്തതിൽ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചടഞ്ഞുകൂടിയതല്ല, മറിച്ച് അതെല്ലാം ഉള്ളതോടൊപ്പം മറ്റുള്ളവരിലേക്ക് റസൂലുള്ളാഹിയുടെ അനുഗ്രഹീത ജൂദ് അത് വ്യാപകമായി കൊണ്ടേയിരുന്നു എന്നാണ് നാം ഹദീസിന്റെ ഭാഷയിൽ നിന്നിട്ട് മനസ്സിലാക്കുന്നത്. അതും നാം ചെയ്യാൻ വേണ്ടി നമ്മുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കേണ്ടതാണ്. അതെ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതം നമ്മുടെ ജീവിതമാക്കി മാറ്റുമ്പോൾ നാം വിശുദ്ധ മദീനയിൽ റസൂലുള്ളാഹി ജീവിച്ച കാലഘട്ടത്തിൽ ഇസ്ലാമിന് വേണ്ടിയുള്ളതായ പോരാട്ടം വരെ റമദാനിൽ നടന്നതായിട്ട് നാം കാണും. റമദാനിൽ നടന്നതായ പോരാട്ടത്തിൽപ്പെട്ടതാണ് ബദർ യുദ്ധം, റമദാനിൽ നടന്നതായ പോരാട്ടത്തിൽപ്പെട്ടതാണ് ഫതഹ് മക്ക എന്ന് പറയുന്നതായ മക്ക റിപ്പബ്ലിക്. ഇത് രണ്ടും റമദാനിലായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തിൽ ചെയ്യുന്നതായ യുദ്ധം, ഉദാഹരണത്തിന് ഇപ്പോൾ ഹിജ്റയുടെ 2ാമത്തെ വർഷത്തിലാണ് എന്ത് സംഭവിച്ചത്? റമദാൻ മാസത്തിലുള്ളതായ വ്രതം അനുഷ്ഠിക്കൽ നിർബന്ധമായത്. ഈ നിർബന്ധമായതായ നോമ്പിനെ 1-ാം തീയതി മുതൽ ബദറിലേക്ക് പുറപ്പെടുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോറ്റിരുന്നു. പക്ഷേ ബദർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട സന്ദർഭത്തിൽ ഏറ്റവും നല്ലത് എന്താണ്? യാത്രയിലാകുമ്പോൾ നോമ്പ് ഒഴിവാക്കലാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക റിപ്പബ്ലിക് നബിയുടെ ജീവിതത്തിന്റെ അവസാനത്തോട് അടുത്ത കാലഘട്ടമായതുകൊണ്ട് പ്രത്യേകിച്ച് നബി ആ രൂപത്തിൽ കൈക്കൊള്ളാത്ത സഹാബാക്കളെ കൊണ്ട് നോമ്പ് മുറിപ്പിച്ച വാർത്തയും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്ത് കാരണത്താൽ? ശരീരത്തെ പ്രയാസപ്പെടുത്തിയും കൊണ്ട് നോമ്പ് പിടിക്കേണ്ടതില്ല. നാം അള്ളാഹുവിന്റെ ഇബാദത്തിലാണ്, അള്ളാഹുവിന്റെ ജിഹാദിലാണ്. അതുകൊണ്ട് നമുക്ക് നോമ്പ് ഒഴിവാക്കാം. ഇസ്ലാം അനുവദിച്ചതാണ് നോമ്പ് ഒഴിവാക്കാൻ. അതേസമയത്ത് മറ്റു മാസത്തിൽ നോറ്റ് വീട്ടിയാൽ മതി. നാം മനസ്സിലാക്കേണ്ടത് റമദാൻ മാസത്തിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായ സൽക്കർമ്മങ്ങളിൽ പെട്ടതാണ് എന്ത്? പോരാട്ടം, മത്സരം, ശത്രുക്കളോടുള്ളതായ ജിഹാദ്. എത്ര വലിയ വലിയ സംഭവങ്ങളാണ് ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തിൽ ചെയ്തു എന്നതും എത്രയോ നമ്മുടെ നേതാക്കൾ റമദാൻ മാസത്തിൽ യുദ്ധം ചെയ്തതും പോരാടിയതൊക്കെ ചരിത്രം സ്ഥിരീകരിച്ചു പോയതായ യാഥാർത്ഥ്യമാണ്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മതത്തിന് വേണ്ടി അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ ധാരാളം വീഴ്ച ചെയ്തുകൊണ്ടേ വന്നുകൊണ്ടേ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നവരാണ് നാം എന്നത് നമ്മുടെ പ്രവർത്തനം കുറിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ മുക്തരാവാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതാണ്. നമ്മുടെ ശേഷിക്കുന്ന ദിവസങ്ങളിൽ ഒരു പ്രധാന രാത്രി വരാൻ പോകുന്നുണ്ട്. അതിന്റെ പേരാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അത് ഒരുപക്ഷെ 21-ലായിരിക്കാം, അല്ലെങ്കിൽ 3-ലായിരിക്കാം, അല്ലെങ്കിൽ 5-ലായിരിക്കാം, അല്ലെങ്കിൽ 7-ലായിരിക്കാം, അല്ലെങ്കിൽ 9-ലായിരിക്കാം. നമുക്ക് ഏതാണ് ലൈലത്തുൽ ഖദ്റിന്റെ കൃത്യമായ രാത്രി എന്നത് ഉറപ്പില്ല. ഉറപ്പ് അള്ളാഹു അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകിയിട്ടുമില്ല. എന്തുകൊണ്ടായിരിക്കും? നമുക്കതിന് കാരണം അറിയുകയില്ല. പക്ഷേ എല്ലാ ദിവസങ്ങളിലും ഇബാദത്തിൽ മുഴുകാൻ വേണ്ടിയായിരിക്കാം. എല്ലാ ദിവസങ്ങളിലും ഒരു പ്രത്യേക ദിവസത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ദിവസത്തിൽ മാത്രം ചടഞ്ഞുകൂടി പ്രാർത്ഥിക്കുകയും അതുപോലെ നിസ്കരിക്കുകയും രാത്രി ഹയാത്താക്കുകയും ചെയ്യുന്നതിന് പകരം എല്ലാ ദിവസങ്ങളിലും എപ്പോഴാണെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് എല്ലാ ലൈലത്തുൽ ഖദ്റിനെ സമ്പാദിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി എല്ലാ രാത്രികളിലും നിസ്കരിക്കാൻ വേണ്ടി, ഖിയാമുൽ ലൈലിന് വേണ്ടി, ഖിറാഅത്തുൽ ഖുർആനിന് വേണ്ടി, ധർമ്മങ്ങൾക്ക് വേണ്ടി, സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി അള്ളാഹു കളമൊരുക്കി വെച്ചതായിരിക്കാമെന്ന് മനസ്സിലാക്കാം. അള്ളാഹു ആലം. ഏതായാലും ഇരിക്കട്ടെ, ആ വരാൻ പോകുന്ന ദിവസങ്ങളിലൂടെ വീഴ്ച വന്നവരുടെ വീഴ്ചനകറ്റാൻ നമുക്ക് സാധിക്കും. അടുത്ത 10-ലൂടെ നമുക്കറിയുകയില്ല അടുത്ത റമദാൻ വരെ നാം ജീവിക്കുമോ ഇല്ലേ എന്നത്. അടുത്ത റമദാൻ പോകട്ടെ, ഈ നമ്മളുള്ള റമദാൻ പരിപൂർണമാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ ഇല്ലേ എന്ന് നമുക്കറിയുകയില്ല. എത്ര പേരാണ് ഇന്നലെയും മിനിയാന്നും ഇന്നും ഹാർട്ട് ഫെയിലായി മരിച്ചവർ. അതും നിങ്ങൾ വാട്സാപ്പിൽ കൂടി വായിക്കുന്നുണ്ട്. ഹാർട്ട് ഫെയിലായിട്ട് മരിക്കുന്നു. അഥവാ പെട്ടെന്ന് നല്ല 45-കാരൻ, ഇന്നലെ ഞാൻ വായിച്ചു, ഒരു വ്യക്തി, നമ്മുടെ നാട്ടുകാരൻ, 45-കാരൻ ഹാർട്ട് ഫെയിലായിട്ട് മരിച്ചു എന്ന്. അപ്പോൾ ഹാർട്ട് ഫെയിലായിട്ട് മരിക്കാനും സാധ്യതയുണ്ട്. നമ്മുടെ മരണം എങ്ങനെയാണെന്ന് നമുക്കറിയാവുന്നതല്ല, നമുക്കാർക്കും തന്നെ അറിയുന്ന വാർത്തയല്ല. എന്നിരിക്കുമ്പോൾ നാം എന്ത് വേണം? ഏത് സമയത്തിലും അള്ളാഹുവിന്റെ വിളിക്ക് മറുപടി നൽകാനുള്ള തയ്യാറെടുപ്പിൽ ജീവിക്കണം. അത് പാശ്ചാത്താപത്തിലൂടെ, അള്ളാഹിലേക്ക് മടങ്ങലിലൂടെ, വീഴ്ചനകറ്റലിലൂടെ, ചെയ്തതായ തെറ്റുകളിൽ നിന്നുള്ളതായ മോചനം ലഭിക്കാനുള്ള മാർഗങ്ങൾ, മാധ്യമങ്ങൾ ശരിക്കും മനസ്സിലാക്കി കൈകൊണ്ട് അതിലേക്ക് വീണ്ടും എത്താതിരിക്കാനുള്ള ചുറ്റുപാട് ഉണ്ടാക്കലിലൂടെ, അഥവാ ചെയ്തു പോയതായ പാപങ്ങളിലേക്ക് എത്താനുള്ള ചില കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ആ കാരണങ്ങളുടെ കാരണത്താലായിരിക്കാം പണ്ട് ചെയ്തതായ തെറ്റുകൾ ചെയ്തത്. എന്നിരിക്കുമ്പോൾ ആ തെറ്റിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടി എന്ത് വേണം? ആ കാരണങ്ങൾ മാറ്റണം, ആ കാരണങ്ങൾ ഒഴിവാക്കി നിർത്തണം. എന്തിനാണ്? വീണ്ടും ആ തെറ്റിലേക്ക് എത്തിപ്പോകാതിരിക്കാൻ വേണ്ടി, വീണ്ടും ആ തെറ്റ് നമ്മൾ നിന്നിട്ട് വന്നു പോകാതിരിക്കാൻ വേണ്ടി. ഇതിനെല്ലാം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഈ ഇപ്പോഴുള്ളതായ വെന്തുരുകുന്ന ഇന്ത്യ, പ്രയാസപ്പെടുന്ന ഇന്ത്യ, അതുപോലെ ഇന്ത്യ പോലത്തെ പല രാഷ്ട്രങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്നത് 3 ലക്ഷത്തിൽ പരം പേര് ഒരു ദിവസത്തിൽ രോഗം ബാധിക്കുന്ന, കോവിഡ് ബാധിക്കുന്നവരെന്നും, അതുപോലെ തന്നെ 2000-3000 ആൾക്കാർ ഒരു ദിവസം മരണപ്പെടുന്നു എന്നതും, ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് 12 പേര് ഇന്ന് കേരളത്തിൽ മരിച്ചു എന്ന വാർത്ത ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ ബുദ്ധിജീവി ഒന്ന് ഉണരണം. ബുദ്ധിജീവി ഇത് എനക്കും നിനക്കുമല്ല പല മാലോർക്കുമെന്ന് പറഞ്ഞ് കൈ മലർത്താനില്ല. ഇത് എനക്കാണ്, നിനക്കാണ്, അവനാണ്, അവൾക്കാണ്. എല്ലാവർക്കും പഠിക്കാനുള്ള, എല്ലാവർക്കും പാഠം പഠിക്കാനുള്ളതായ ഭാഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ ആ മഹാ പരീക്ഷണത്തിലൂടെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് എന്നതും നാം മനസ്സിലാക്കണം. അതിന്റെ കാരണം എന്താണ് എന്നതും നാം മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കുക. അവരവരുടെ പരിസരത്തിൽ, അവരവരുടെ ചുറ്റുപാടിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതായ പാപം, അള്ളാഹുവിന് കോപം വരാൻ കാരണമായ പാപങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് അക്രമമാണെങ്കിൽ അക്രമം, അനീതിയാണെങ്കിൽ അനീതി, തട്ടിപ്പാണെങ്കിൽ അത്, വെട്ടിപ്പാണെങ്കിൽ അത്, ദോഷമാണെങ്കിൽ അത് ദോഷത്തിന്റെ ഏത് ഇനങ്ങളാണ്, ഏത് ശൈലിയാണ് എന്നത് മനസ്സിലാക്കിയിട്ട് അവകളിൽ നിന്നിട്ട് മോചിക്കാൻ, അവകളിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ ഓരോരുത്തരും, ചെറിയവരാവട്ടെ വലിയവരാവട്ടെ, ആണാവട്ടെ പെണ്ണാവട്ടെ, പരിശ്രമിക്കുകയാണെങ്കിൽ അതിൽ നിന്നിട്ട് മുക്തരാക്കാൻ വേണ്ടിയിട്ട് പണ്ഡിതന്മാരും പ്രബോധകന്മാരും ശരിക്ക് ജനങ്ങൾക്ക് ആഹ്വാനങ്ങളും കൽപ്പനകളും ഉപദേശങ്ങളും സദുപദേശങ്ങളും നൽകിയിട്ട് ഈ മഹാമാരിയിൽ നിന്നിട്ട് ലോകത്തെ രക്ഷിക്കാൻ, ഇന്ത്യയെ രക്ഷിക്കാൻ, കേരളത്തെ രക്ഷിക്കാൻ, എവിടെയെല്ലാം ബാധിച്ച നാടുകളുണ്ട് അവിടുന്നെല്ലാം മോചനം നേടാനുള്ളതായ മാധ്യമങ്ങൾ കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്താൻ വേണ്ടി നമ്മുടെ ഭാഗത്തിൽ നിന്നിട്ട് ഒരു 10% ഉണ്ടാവുമെങ്കിൽ
ആണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിട്ടികൾ അവനിലേക്ക് നടന്നു വരുമ്പോൾ അല്ലാഹു ഓടി വരലാണ്. അങ്ങനെയാണല്ലോ നാം ഖുദ്സിയ ഹദീസിൽ പഠിച്ചത്. നാം നടന്നു വരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. നാം നടന്നു വരുന്നില്ല, നടന്ന് അള്ളാഹിലേക്ക് വരാൻ തീരുമാനിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ തെറ്റുകൾ എന്താണെന്നത് മനസ്സിലാക്കി നമസ്കാരം ഉപേക്ഷിക്കുന്നവരാണെങ്കിൽ തൗബ ചെയ്ത് പാശ്ചാത്തപിച്ച് നമസ്കാരത്തിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുക. അപ്രകാരം തന്നെ വ്യഭിചരിക്കുന്നവരാണെങ്കിൽ അവകൾ ഒഴിവാക്കിയും കൊണ്ട് അള്ളാഹിലേക്ക് മടങ്ങാൻ വേണ്ടി തീരുമാനിക്കുക. കള്ളുകുടിക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കി അള്ളാഹിലേക്ക് മടങ്ങാൻ വേണ്ടി തീരുമാനിക്കുക. തട്ടിപ്പലും വെട്ടിപ്പലും ജനങ്ങളെ വർദ്ധിക്കുന്ന, ദ്രോഹിക്കുന്ന, ആക്രമിക്കുന്ന വിഭാഗമുണ്ടെങ്കിൽ അവകളിൽ നിന്നെല്ലാം മുക്തരായിട്ട് അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി തൗബ ചെയ്ത് തീരുമാനിക്കുക. അങ്ങനെ ഓരോരുത്തരും തീരുമാനിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹം ചൊരിയുക തന്നെ ചെയ്യും. ഈ നമ്മുടെ ലോകത്തെ ആസകലം, ലോകത്തിൽ ജീവിക്കുന്ന, ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരിൽ നിന്നിട്ട് കോവിഡ് ബാധിച്ചവരാവട്ടെ അല്ലാത്തവരാവട്ടെ ഓരോ വ്യക്തികൾക്കും ഇതിന്റെ എഫക്ട് തട്ടിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ചരിത്രം സ്ഥിരീകരിച്ചതും പഠിപ്പിക്കപ്പെട്ടതും, അഥവാ സംഭവം പഠിപ്പിച്ചതും സ്ഥിരീകരിക്കപ്പെട്ടതും. ഇപ്പോൾ ഈ കോവിഡ് കാരണത്താൽ അതിന്റെ ഷെറ്, അതുകൊണ്ടുള്ള എഫക്ട് തട്ടാത്തവര് ലോകത്തിലില്ലേ ഇല്ല എന്ന് തന്നെ പറയാം. രാഷ്ട്രത്തിലാണെങ്കിൽ രാഷ്ട്രത്തിന് തട്ടുന്നതായ നഷ്ടം, അതുപോലെ തന്നെ വ്യക്തികൾക്കാണെങ്കിൽ വ്യക്തികൾക്ക് ഏത് രൂപത്തിൽ പരിശോധിച്ചാൽ എല്ലാ ഇനങ്ങളിൽപ്പെട്ടവർക്കും ഇതിന്റെ ഷെറ് തട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നിട്ടും ജനങ്ങൾ ഉണരുന്നില്ല എന്നതാണ് അപകടം. അതുകൊണ്ട് ആ അപകടത്തിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടി നാം പാടുപെടണം. പാടുപെട്ടാലേ തീരൂ, എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ എന്നതാണ് ഇത്തരണത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. അല്ലാഹു ഖുർആനിൽ പറയുന്നത് ശരി കേൾക്കുക. അല്ലാഹുല്ലദീ ഖലഖകും, അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. തുമ്മ റസഖകും, പിന്നെ അല്ലാഹുവാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത്. തുമ്മ യുമീതുക്കും, നിങ്ങളെ പിന്നെ മരണപ്പെടുത്തുന്ന ആളും അല്ലാഹുവാണ്. തുമ്മ യുഹീകും, പിന്നെ പുനർജീവനം നൽകുന്ന ആളും അല്ലാഹുവാണ്. പിന്നെ അല്ലാഹു ചോദിക്കുകയാണ്, ഹൽ മിൻ ശുറകാഇകും മൻ യഫ്അലു മിൻ ദാലികും മിൻ ഷൈ, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അല്ലാഹു അല്ലാത്ത, നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളാവട്ടെ, വസ്തുക്കളാവട്ടെ, വ്യക്തികളാവട്ടെ, ഔലിയാക്കന്മാരാവട്ടെ, സാലിഹ്യങ്ങളാവട്ടെ, ജിന്നുകളാവട്ടെ, മലക്കുകളാവട്ടെ, എന്തിനെയെല്ലാം നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അള്ളാഹുവിന്റെ കൂടെ ശിർക്ക് വെച്ച് അള്ളാഹുവിനോട് സമന്മാരാക്കി മാറ്റുന്നു. എന്നിട്ട് അള്ളാഹുവിനെ വിലവെക്കാതെ തരം താഴ്ത്തുന്നു. ഇങ്ങനെ നിങ്ങൾ കാട്ടിയതായ വിഭാഗമുണ്ടല്ലോ, അവരിൽ നിന്നിട്ട് ആരാണ് ഈ അള്ളാഹു കാട്ടുന്നത് പോലെ കാട്ടുന്നവരുള്ളത്? ആരെങ്കിലും സൃഷ്ടിക്കുന്നവരുണ്ടോ? ആരെങ്കിലും നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവരുണ്ടോ? ആകാശത്തിൽ നിന്നിട്ട് ആരെങ്കിലും നിങ്ങളെ മരണപ്പെടുത്തുകയും വീണ്ടും പുനർജീവനം ജീവിപ്പിക്കുകയും ചെയ്യാനുള്ള കഴിവുള്ളവർ, നിങ്ങൾ ഈ ആരാധിക്കുന്ന, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ നേർച്ചയാക്കുന്ന, നിങ്ങൾ പലർക്കും നേർച്ചയാക്കുന്നുണ്ടല്ലോ അള്ളാഹു അല്ലാത്തവർക്ക്, അവരിൽ നിന്നിട്ട് ആരെങ്കിലും ഇങ്ങനെ കാട്ടുന്നവരുണ്ടോ? അള്ളാഹു ആ ചോദ്യം ചോദിക്കുകയാണ്. ഹൽ മിൻ ശുറകാഇകും മൻ യഫ്അലു മിൻ ദാലികും മിൻ ഷൈ സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. അള്ളാഹു പരിശുദ്ധനത്രേ. നിങ്ങൾ ഈ ശിർക്ക് വെച്ചുകൊണ്ട് ഈ അള്ളാഹുലേക്ക് മറ്റുള്ളവരെ സമന്മാരാക്കിയും കൊണ്ട് അള്ളാഹുവിനെ തരം താഴ്ത്തുന്നതായ ഈ മഹാ അപകടത്തിൽ നിന്നിട്ട് അള്ളാഹു അങ്ങേയറ്റം ഉയർന്ന പരിശുദ്ധനായ റബ്ബാണ്. എന്നിട്ട് അള്ളാഹു തുടരുന്നു, ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. കടലിലും കരയിലും അള്ളാഹുവിന്റെ പരീക്ഷണം വ്യാപകമായിരിക്കുകയാണ്, പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നാം കാണും പോലെ കരയിലും കടലിലും എല്ലായിടങ്ങളിലും വ്യാപകമായിരിക്കുകയാണ് അള്ളാഹുവിന്റെ പരീക്ഷണം. ഈ ഫസാദ് വ്യാപകമായത് കാരണം എന്താണ്? അള്ളാഹുവിനെ മനസ്സിലാക്കാത്തത് കൊണ്ട്, അള്ളാഹുവിന്റെ മാത്രം ആരാധന ആകാശത്തിലേക്ക് കയറാത്തത് കൊണ്ട്, അള്ളാഹുലേക്ക് മാത്രം പ്രാർത്ഥന അള്ളാഹുലേക്ക് കയറാത്തത് കൊണ്ട്. അതുകൊണ്ട് അള്ളാഹ് പറയുന്നു, ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. മനുഷ്യന്മാർ ചെയ്യുന്ന ക്രൂരകൃത്യം, നിങ്ങളുടെ രോഗം മാറ്റാൻ, ആ രോഗം മാറ്റുന്ന ശക്തി അള്ളാഹുവാണ്. നിങ്ങൾക്ക് രോഗം തന്നത് ശക്തി അള്ളാഹുവാണ്. എന്നിട്ട് ആരോടാണ് പ്രാർത്ഥന? അറബ് രാഷ്ട്രത്തിൽ, സൗദി അറേബ്യ അല്ലാത്ത ചില നാടുകളിൽ നിന്നിട്ട് വാട്സാപ്പിൽ കൂടി കേൾക്കാൻ സാധിച്ചു. ആ നാടുകളിൽ ചില ഖബറിന്റെ മീതെ എഴുതി വെക്കപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് കോവിഡ് മാറ്റാൻ ഇവിടെ വന്നാൽ മതി. അപ്പോൾ കോവിഡ് മാറാൻ വേണ്ടി ഈ ഖബറിലേക്ക് വരിക, മറ്റു ഖബറുകൾ അതിന് പറ്റൂല. അപ്പോൾ അതിന്റെ പേരിലും ചൂഷണം ചെയ്യുക, അതിന്റെ പേരിലും കാശുണ്ടാക്കുക, അതിന്റെ പേരിലും ഭൗതിക നേട്ടങ്ങൾ നേടുക, അതിന്റെ പേരിലും ശിർക്ക് ചെയ്തിട്ട്, മഹാപാപം ചെയ്തിട്ട് അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായി മാറുക. എന്നിട്ടും പാഠം പഠിക്കാൻ തയ്യാറില്ല. അള്ളാഹ് പറയുന്നു, ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. എന്തിനാണ്? ലിയുദീഖുഹും ബഅദല്ലദീ അമിലു. അവർ ചെയ്തതായ പ്രവർത്തനത്തിന്റെ ചില പ്രവർത്തനം, എല്ലാ പ്രവർത്തനമല്ല, എല്ലാ ക്രൂരകൃത്യമല്ല, എല്ലാ തെറ്റുകളല്ല, അവർ ചെയ്ത തെറ്റുകളിൽ നിന്നിട്ട് ചിലതിന്റെ ശിക്ഷ, ചിലതിനുള്ളതായ പ്രതികാരം ദുനിയാവിൽ നിന്നിട്ട് അവർക്ക് പാഠം പഠിപ്പിക്കാൻ വേണ്ടി, അവർക്ക് രുചിത നൽകാൻ വേണ്ടി എന്ന് അള്ളാഹു പറയുന്നു. എന്തിനാണ്? ലഅല്ലഹും യർജിഊൻ.
യർജിഊൻ. ഇതിലൂടെ അഥവാ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ സംഭവിച്ചത് കോവിഡ് ആണല്ലോ. കോവിഡിലൂടെ അവർ ഒന്ന് അള്ളാഹിലേക്ക് മടങ്ങട്ടെ, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കട്ടെ, അള്ളാഹുവിന്റെ ഖുർആനിലേക്ക് മടങ്ങട്ടെ, അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് നിയോഗിച്ച റസൂലിലേക്ക് മടങ്ങട്ടെ. അവരുടെ ജീവിതത്തിൽ അവർ 23 കൊല്ലം ജീവിച്ച ജീവിതത്തിൽ നിന്നിട്ട് എന്തൊക്കെ നാം നടപ്പാക്കി, എന്തൊക്കെ നാം ഒഴിവാക്കി എന്നതൊക്കെ അവർ പഠിക്കട്ടെ. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ളതായ പരീക്ഷണം പരീക്ഷിക്കുന്നത്. ആ പരീക്ഷണങ്ങളൊക്കെ അത് യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മുമ്പിൽ വിട്ടുകൊണ്ടിരിക്കുന്നതായ ഒരു പരീക്ഷണമാണ്. അതുവരെ നാം കൂട്ടാക്കാതെ നാം ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ അവകളെ കുറിച്ച് ശ്രദ്ധിക്കാതെ ശിർക്കുകളിൽ നിന്നിട്ട് മോചനം നേടാൻ, അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അവന് മാത്രം ചെയ്യേണ്ടതായ എല്ലാ ആരാധനകളും സമർപ്പിച്ച് അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരെ ദാസികളായി ജീവിക്കാൻ വേണ്ടി മനക്കെട്ട് റമദാൻ മാസം അത് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തി അതിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ട് അള്ളാഹുവിന്റെ പ്രീതികരമാക്കാൻ നാം പണകലല്ലാതെ നിർവാഹമില്ല. അതിന് നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ. വാസ്തവത്തിൽ ഇന്ന് മക്ക ഇമാമും മദീന ഇമാമും പറഞ്ഞതായ വിഷയം തുല്യതയുള്ള വിഷയമാണ്, വളരെ ഷോർട്ടായ വിഷയമാണ്. റമദാനിൽ നിന്നിട്ട് ഈ അവസാനത്തെ 10 ചെയ്യേണ്ടതായ ബാധ്യതകളിലേക്ക് മാത്രമാണ് അവർ രണ്ടുപേരും സൂചന നൽകിയത്. അതിൽ നമുക്ക് അല്പം കൊഴുപ്പുള്ള കാര്യമായി തീരാൻ വേണ്ടി ചില കാര്യങ്ങൾ എന്റെ വകയിൽ ഞാൻ ഉണർത്തിയതാണ് എന്റെ ക്ലാസ് മെമ്പർമാർക്ക് വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്നതായ സൽക്കർമ്മങ്ങളെ അതിലുള്ള വീഴ്ചകളെ നെഗറ്റീവ് കൊണ്ട് നാം എല്ലാവരിൽ നിന്നിട്ടും സ്വീകരിക്കുമാറാകട്ടെ എന്ന് മാത്രമല്ല, വരാൻ പോകുന്ന ദിവസങ്ങളിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹു നമുക്ക് ചെയ്തതായ ഈ താക്കത്ത്, ഈ ആരോഗ്യത്തെ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വല്ല വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അള്ളാഹു നമുക്ക് മാഫ് ചെയ്തിരുമാറാകട്ടെ, പുറത്തു തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ വഴിയിൽ സേവനം ചെയ്യാനുള്ളതായ ദീർഘായുസ്സും ആരോഗ്യവും ശാരീരിക സാമ്പത്തിക വിജ്ഞാന ഈമാനിക ശേഷിയും ഇഖ്ലാസും നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ ക്ലാസ് മെമ്പർമാരിൽ നിന്നിട്ട് ചിലര് അവരുടെ കുടുംബത്തിൽപ്പെട്ടവർ മരണപ്പെട്ടവരായിട്ട്, അതുപോലെ വേറെയും പലരും അവരുടെ കുടുംബ മെമ്പർമാര് കോവിഡിലൂടെ മരണപ്പെട്ടതായിട്ട് വിവരം അറിയിച്ചു. അവർക്ക് വേണ്ടിയെല്ലാം ഞാൻ ക്ലാസിന്റെ മധ്യത്തിൽ പ്രാർത്ഥിച്ചു. ഇനിയും പ്രാർത്ഥിക്കാം. അള്ളാഹുവേ, ഞങ്ങൾ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണേ രക്ഷിതാവേ, അവരുടെ ഖബറുകളെ നീ സുഖത്തോപ്പാക്കി മാറ്റണം രക്ഷിതാവേ, അവർക്ക് നീ ഖബറിൽ കൂട്ടാളികളായിട്ട് അവർ ചെയ്ത അമലുകളെ അയക്കണേ രക്ഷിതാവേ. പരലോകത്തിൽ ഇതിന്റെ അടുക്കിലേക്ക് വരുന്നതായ സന്ദർഭത്തിൽ അവർക്ക് സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ എന്ന് പറയപ്പെടുന്നതായ നിന്റെ ഭാഗത്തിൽ നിന്നിട്ട് രക്ഷയുടെ വാതിൽ തുറന്നു കിട്ടുന്ന വിഭാഗമാക്കി അവരെയെല്ലാം നീ മാറ്റണേ നാഥ. ഞങ്ങളെയും ആ കൂട്ടത്തിൽ പെടുത്തണേ നാഥ. രോഗം പിടിപെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്നവർ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം നീ അവരുടെ രോഗത്തിൽ നിന്നിട്ട് ശമനം നൽകണേ രക്ഷിതാവേ, അവർക്ക് സമാധാനം നൽകണേ രക്ഷിതാവേ, അവർക്ക് ശിഫ നൽകണേ രക്ഷിതാവേ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.